ഇന്ന് ചപ്പാത്തിക്കും ബട്ടൂരയ്ക്കൊക്കെ പറ്റിയ ഒരു ചോളെ, അതായത് വെള്ളക്കടലയുടെ കറിയാണ്. തനി ട്രഡീഷണലായിട്ട് ഉള്ള കറിയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കുക. അപ്പോൾ ചോളെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുതിർത്ത വെള്ളക്കടല, ഇത് ഏകദേശം ഒരു 2 ഗ്ലാസോളം വെള്ളക്കടല കുതിർത്തത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു 4 ഏലക്കായ, കാർഡമം, 4 ഗ്രാമ്പൂ, പിന്നെ 1 ടീസ്പൂണോളം പെപ്പർകോൺസ്, പിന്നെ 1/2 ടീസ്പൂൺ അജ്വൈൻ, പിന്നെ 2 ബേ ലീഫ്, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, കടല വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കൊടുത്തു. പിന്നെ 1 ടീസ്പൂണോളം പെരിഞ്ചീരകം, ഇതെല്ലാം മുഴുവനെയാണ് ഇടുന്നത്. പിന്നെ നമുക്ക് ഇത് ഞാനിപ്പോൾ 1 കപ്പോളം ചായപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ടിട്ട് അരിച്ചെടുത്ത ചായ, പിന്നെ നമുക്ക് 1 ടീസ്പൂണോളം ഓയിൽ, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ കടലയെ വേവിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ അടുപ്പ് ഓണാക്കി നമുക്ക് ആവശ്യത്തിന് വെള്ളം, അതായത് കടല വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 3/4 ഭാഗത്തോളം, കടലയുടെ 3/4 ഭാഗത്തോളം വെള്ളം വേണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 4 വിസിൽ വരുന്നവരെ ഈ കടലയെ വേവിച്ചെടുക്കണം. പ്രഷർ വന്നു കഴിഞ്ഞ് 4 വിസിൽ കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്തിടാം. ചോളെ മസാല ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ആദ്യം ഒഴിക്കുക. അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് 4 സവോള നമ്മൾ മിക്സിയിൽ അരച്ച പേസ്റ്റ് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് നല്ല ബ്രൗൺ ആവുന്ന വരെ അതിനെ എണ്ണയിൽ സോട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അതിൻ്റെ വെള്ളാംശമൊക്കെ പോയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിനെ നമുക്ക് ഇതിനകത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കണം. മിക്സ് ചെയ്ത് അതിനെ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് 3 ടൊമാറ്റോ നമ്മൾ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് ആ പേസ്റ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കും. ആ ടൊമാറ്റോ പേസ്റ്റ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4-5 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും കൂടെ ആ മസാലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് വഴറ്റി എടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള മസാലയായിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡറും, അതായത് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുമ്പം നല്ല കൊഴുപ്പും കിട്ടും, അധികം എരിവ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇനി അടുത്തതായിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് 1 ടേബിൾ സ്പൂൺ ടു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനെ നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചോളയ്ക്കുള്ള എല്ലാ മസാലപ്പൊടികളും ചേർത്തു. അതിനെ നന്നായിട്ട് ചെറിയ തീയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച കടലയുണ്ടല്ലോ, ആ കടലയിൽ കുറച്ച് മാറ്റിയിട്ട് അത് കുറച്ച് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് ഉപയോഗിക്കാം, പേസ്റ്റായിട്ട് ഉപയോഗിക്കണം. ആ ബാക്കി കടല വെള്ളത്തോട് കൂടി നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല കുറച്ചുകൂടെ തിക്കാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കടലയ്ക്ക് കുറച്ച് ഇതിൽ ഇപ്പോൾ ഏകദേശം നമ്മൾ ഇപ്പോൾ വേവിച്ച കടലയിൽ നിന്ന് ഒരു 1/4 കപ്പ് കടല അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് കടല മാറ്റി വെച്ചിട്ട് അതൊന്ന് മിക്സിയിൽ അരച്ചൊരു പേസ്റ്റ് ആക്കണം. ബാക്കി കടല ഈ മസാലയുടെ കൂടെ കൂട്ടി നന്നായിട്ട് യോജിപ്പിച്ച് അതിനെ നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കാം. ഇപ്പോൾ ഗ്രേവിയും ആ കടലയും എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വരുമ്പം നമുക്ക് അരച്ച് വെച്ച ആ കടലയുടെ പേസ്റ്റും കൂടെ അതിനകത്തോട്ട് യോജിപ്പിച്ച് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഗ്രേവി നല്ല തിക്കാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചപ്പം നിങ്ങൾക്ക് കാണാം ആ ഗ്രേവി വളരെ തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബട്ടൂരയുടെ കൂടെ കഴിക്കാൻ കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഒരു 1/2 തൊട്ട് 1 കപ്പ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അനുസരിച്ച് എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ആ മല്ലിയില കുഞ്ഞതായിട്ട് ഏകദേശം 1 കപ്പ് മല്ലിയില നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം.
ആ മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഞെരടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പം അതിൻ്റെ നല്ല ഫ്ലേവർ കിട്ടും. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടെ നമുക്ക് ആ ചോളയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് നല്ല കസൂരി മേത്തിയുടെ ഫ്ലേവർ കിച്ചണിൽ നിറയെ ഉണ്ട്. ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണേ. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ അംചൂർ പൗഡറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോള റെഡിയായി. ഇനി ഭട്ടൂര ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. നല്ല അത് ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ഭട്ടൂരയുടെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്തേക്കണേ.